നമസ്കാരം. പ്രധാന വാർത്തകൾ. സർക്കാരിന്റെ ഭവന പദ്ധതികൾ പ്രകാരം ലഭിച്ച വീടുകൾ 7 വർഷം കഴിഞ്ഞ് വിൽക്കാം. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് ഭവന ആനുകൂല്യം ലഭിച്ച ആളുകൾക്ക് ആ വീട് 7 വർഷം കഴിഞ്ഞ് വിൽക്കാൻ അനുവാദം നൽകുമെന്ന് മന്ത്രി MP രാജേഷ്. എറണാകുളം ജില്ലാ അദാലത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം. നിലവിലെ നിയമപ്രകാരം ആനുകൂല്യപ്രകാരം ലഭിച്ച വീടുകൾ 10 വർഷം കഴിഞ്ഞ് മാത്രമേ കൈമാറാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. 2024 ജൂലൈ 1 മുമ്പ് ഭവന ആനുകൂല്യം ലഭിച്ച ആളുകൾക്കും ഇതോടെ ഈ ഇളവ് ലഭിക്കും. എന്നാൽ വീട് വിൽക്കുന്നതോടെ ഇവർ വീണ്ടും ഭവനരഹിതരാകുന്നില്ല എന്ന ഉറപ്പിലാണ് ഈ അനുവാദം നൽകുക. കുന്നുകര ഗ്രാമപഞ്ചായത്തിലെ പൗലോസ് എന്നയാൾ EMS ഭവന പദ്ധതി പ്രകാരം 8 വർഷം മുമ്പ് ലഭിച്ച വീട് വിൽക്കാനുള്ള അനുവാദം തേടി അദാലത്തിനെ സമീപിക്കുകയായിരുന്നു. ഈ അപേക്ഷ പരിഗണിച്ചാണ് പൊതുവായ ഉത്തരവ് പുറപ്പെടുവിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചത്. കണ്ണൂരിൽ ഭാര്യയും ഭാര്യാമാതാവിനെയും യുവാവ് വെട്ടിക്കൊന്നു. കണ്ണൂർ മുഴുക്കുന്ന് കക്കായങ്കോട് തെണ്ടൻകുഴി ചെറുവോട്ട് എന്ന സ്ഥലത്ത് ഉച്ചയ്ക്ക് 1:30 സംഭവം. പനച്ചിക്കടവത്ത് PK അലീമ, മകൾ സെൽമ എന്നിവരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സെൽമയുടെ ഭർത്താവ് ഷാഹുലാണ് ഇവരെ വെട്ടിയത്. കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. സൽമയുടെ 12 വയസ്സുകാരനായ മകൻ ഫഗദിനും പരിക്കേറ്റിട്ടുണ്ട്. ഷാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉരുൾപൊട്ടലിൽ 1555 വീടുകൾ വാസയോഗ്യമല്ലാതായി. സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. വയനാട് ഉരുൾപൊട്ടലിൽ 1555 വീടുകൾ വാസയോഗ്യമല്ലാതായെന്നും 600ഓളം ഹെക്ടർ ഭൂമിയിൽ കൃഷി നശിച്ചതായും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ദുരിതബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കാനും ശ്രദ്ധിക്കണമെന്ന് കേസ് പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കേസിൽ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം, ദേശീയപാത അതോറിറ്റി തുടങ്ങിയവരെ ഹൈക്കോടതി കക്ഷി ചേർത്തു. ദുരന്തവുമായി ബന്ധപ്പെട്ട സ്വമേധയാ എടുത്ത കേസാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. വയനാട്ടിലെ മണ്ണിടിച്ചിൽ പ്രശ്നസാധ്യതയുള്ള എല്ലാ സ്ഥലത്തെയും വിഷയം പരിഗണനയിലുണ്ടെന്ന് കോടതി പറഞ്ഞു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയിൽ പ്രദേശത്ത് ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുണ്ടോ എന്നതിൽ മറുപടിക്കായി സർക്കാർ സാവകാശം തേടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. ഉപതെരഞ്ഞെടുപ്പുകൾ പിന്നീട് പ്രഖ്യാപിക്കും. ജമ്മുകാശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. 3 ഘട്ടങ്ങളായിട്ടായിരിക്കും ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. 1ാം ഘട്ടം സെപ്റ്റംബർ 18-നും 2ാം ഘട്ടം സെപ്റ്റംബർ 25-നും 3ാം ഘട്ടം ഒക്ടോബർ 1-നും നടക്കും. ഒക്ടോബർ 4-നായിരിക്കും ജമ്മുകാശ്മീരിലെ വോട്ടെണ്ണൽ നടക്കുക. ഹരിയാനയിൽ ഒക്ടോബർ 1-ന് ഒറ്റഘട്ടമായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. ഒക്ടോബർ 4-ന് തന്നെയായിരിക്കും ഹരിയാനയിലും വോട്ടെണ്ണൽ നടക്കുക. മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് തീയതി പിന്നീടായിരിക്കും പ്രഖ്യാപിക്കുക. കാശ്മീരിനൊപ്പം ഹരിയാനയും സന്ദർശിച്ച കമ്മീഷൻ മഹാരാഷ്ട്രയും ജാർഖണ്ഡും സന്ദർശിച്ചിരുന്നില്ല. വൈകി പ്രഖ്യാപിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം ഉപതെരഞ്ഞെടുപ്പുകളും പ്രഖ്യാപിക്കാനാകും സാധ്യത. കേരളത്തിൽ പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടതുണ്ട്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മലയാള ചിത്രം ആട്ടം മികച്ച ചിത്രം. 70ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 2022 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ സെൻസർ ചെയ്ത ചിത്രങ്ങളെയാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത്. മലയാള ചിത്രം ആട്ടമാണ് മികച്ച ചിത്രം. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത മലയാള ചിത്രം ആട്ടം മികച്ച ചിത്രത്തിനു പുറമെ മികച്ച എഡിറ്റിംഗ്, മികച്ച തിരക്കഥ എന്നീ വിഭാഗങ്ങളിലും അവാർഡ് നേടി. ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടൻ. നിത്യ മേനോനാണ് മികച്ച നടി. മാനസി പാരേഖ്, സൂരജ് ഭാർജാദിയാണ് മികച്ച സംവിധായകൻ. മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം തരൺമൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളയ്ക്കയ്ക്ക് ലഭിച്ചു. ഈ ചിത്രത്തിന്റെ ഗാനം ആലപിച്ച ബോംബെ ജയശ്രീ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം നേടി. അരിജിത് സിംഗാണ് മികച്ച ഗായകൻ. സലീൽ ചൗധരിയുടെ മകൻ സഞ്ജയ് സലീൽ ചൗധരിക്ക് മലയാള ചിത്രമായ കാതികലിലെ സംഗീത സംവിധാനത്തിന് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചു. മാളികപ്പുറത്തിലെ ശ്രീഭദ് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം നേടി.